10 വർഷത്തിന് ശേഷം ഭരണമാറ്റം വന്നപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ഉപദേശകരായിരുന്നു. മറ്റൊന്നിനുമല്ല, മുൻ മുഖ്യമന്ത്രി പിണറായിയെ തിരുത്താൻ. പിന്നെയുള്ള കുറച്ചുനാൾ ഇതേ സോഷ്യൽ മീഡിയ സതീശനെ താങ്ങി നടന്നു. പൂക്കി മന്ത്രി, ചിരിക്കുന്ന മന്ത്രി എന്നെല്ലാം പറഞ്ഞ് ഓരോ ദിവസം കഴിയുന്തോറും നിറം മാറി കളിച്ച ഓന്ത് തനി നിറം കാണിച്ചു തുടങ്ങി. വോട്ട് ചെയ്ത ജനങ്ങൾക്കും നിലവിൽ തെറ്റുപറ്റിയതിൽ കുറ്റബോധമാണ്. തുടക്കത്തിലെ സതീശൻ സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള പഴുതുകൾ അണികൾക്കുണ്ടാക്കി കൊടുത്തു. ജനക്ഷേമ നടപടികൾ നിർത്തലാക്കുകയും ജനദ്രോഹ നടപടികൾക്ക് തുടക്കമിടുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ ഖജനാവിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ ഇടമൊരുക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ. ഭരണസിരാ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ ദ്രോഹിക്കുമ്പോൾ പുറത്ത് UDF മന്ത്രിമാരും അണികളും തമ്മിലുള്ള ആഭ്യന്തര കലഹവും തെരുവിൽ നാണം കെട്ട കോമഡിയായി മാറുകയാണ്. കൊല്ലം KSRTC ഡിപ്പോയിൽ കൊട്ടിഘോഷിച്ച് നടന്ന പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനത്തിനിടയിൽ മന്ത്രിയുടെ തലയിൽ പായസം വീണതും ഇതിനോട് കൂട്ടിവായിക്കാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ KSRTC ബസ്സിനുള്ളിൽ വെച്ച് വിതരണം ചെയ്ത ചൂട് പായസം നേരെ മറിഞ്ഞത് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിലേക്ക്. ചൂടറിയേണ്ടി വന്നതോടെ നിലവിളിച്ചുകൊണ്ട് മന്ത്രി സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു. പണ്ട് ചിന്നക്കട ടൗണിൽ പരസ്യമായി ബീഫ് പാചകം ചെയ്ത് അതിന്റെ ഒരു ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തപാൽ വഴി അയച്ചു കൊടുക്കുമെന്ന് DCC പ്രസിഡന്റായിരുന്ന കാലത്ത് വീരവാദം മുഴക്കിയ ബിന്ദു കൃഷ്ണയാണ് ഒരൽപ്പം ചൂടുപായസം വീണപ്പോഴേക്കും സ്വന്തം അണികളോട് ദേഷ്യപ്പെട്ട് കലിപ്പിലായത്. അന്ന് ബിന്ദു കൃഷ്ണയ്ക്കൊപ്പം നിന്ന് ബീഫ് ഫെസ്റ്റ് നടത്തിയ യൂത്തന്മാർ തന്നെയാണ് ഇത്തവണ മന്ത്രിക്ക് പായസപ്പണി കൊടുത്തത്. ബിന്ദു കൃഷ്ണ മന്ത്രി പദവിയിലെത്തിയതിൽ കടുത്ത അമർഷമുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം മനഃപൂർവ്വം ഒപ്പിച്ച പണിയാണിതെന്നാണ് സോഷ്യൽ മീഡിയയും രാഷ്ട്രീയ കേന്ദ്രങ്ങളും വിലയിരുത്തുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമന വിവാദങ്ങളിലും ബന്ധു നിയമനങ്ങളിലും മുങ്ങി നിൽക്കുന്ന UDFന് ഭരിക്കാൻ യാതൊരു അർഹതയും ഇല്ലെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ. AG ഓഫീസിലെ വിവാദ നിയമനങ്ങളും KC വേണുഗോപാലിന് മുന്നിൽ മുഖ്യമന്ത്രി സതീശൻ കടിഞ്ഞാൻ പണയം വെച്ചതുമെല്ലാം ഭരണം പാളി എന്നതിന്റെ തെളിവാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത നിർധനരായ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന LDF സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതിയും UDF സർക്കാർ പൂർണ്ണമായും അട്ടിമറിച്ചു കഴിഞ്ഞു. LDF സർക്കാർ ബജറ്റിൽ 3720 കോടി രൂപ കൃത്യമായി നീക്കിവെച്ച് നടപ്പിലാക്കിയ ഈ കാരുണ്യ പദ്ധതിയാണ് മുഖ്യമന്ത്രി VD സതീശൻ അധികാരമേറ്റയുടൻ പൂട്ടിയത്. കഴിഞ്ഞ 2 മാസമായി പാവപ്പെട്ട അമ്മമാരുടെയും സഹോദരിമാരുടെയും ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെയും അക്കൗണ്ടുകളിൽ 1 രൂപ പോലും എത്തിയിട്ടില്ല. ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസാണ് പെൻഷൻ ഫയലുകൾ ബോധപൂർവം പിടിച്ചുവെച്ചിട്ടുള്ളത്. സ്ത്രീപക്ഷ സർക്കാരിന് സ്വയം ഊറ്റം കൊള്ളുന്ന സതീശൻ ഭരണകൂടം പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി. നിർധനരായ സ്ത്രീകളുടെ ആശ്രയം തകർക്കുന്ന UDF നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് പുറമെ സംസ്ഥാനത്തെ യുവജനങ്ങൾക്കായി മുൻ സർക്കാർ പ്രഖ്യാപിച്ച കണക്ടർ സ്കോളർഷിപ്പും കഴിഞ്ഞ 2 മാസമായി ഈ ജനവിരുദ്ധ സർക്കാർ വിതരണം ചെയ്യാതെ മുടക്കിയിരിക്കുകയാണ്.